ഹലോ എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല കടല റോസ്റ്റ് ആണ്. അപ്പോൾ ഈ കടല റോസ്റ്റ് കഞ്ഞീൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിപ്പോൾ 1/4 കപ്പ് കടലയുണ്ട്. ഇപ്പം ഞാൻ തലേന്ന് തന്നെ സോക്ക് ചെയ്ത് വെച്ചതാണത്. ഇപ്പം നിങ്ങൾ സോക്ക് ചെയ്യാൻ മറക്കുവാണെങ്കിൽ, അതായത് കുതിർക്കാൻ മറക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി വെള്ളം ചൂടാക്കിയിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഈ കടലയ്ക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നല്ലോണം അങ്ങ് തിളപ്പിക്കുക. അതിനുശേഷം കുക്കറിലിട്ട് സാധാരണ വേവിക്കുന്ന പോലെ അങ്ങ് വേവിച്ചെടുത്താൽ നല്ലോണം വെന്ത് കിട്ടും. ഇത് ഞാൻ കഴുകി ക്ലീനാക്കിയ കടലയാണത്. ഇതങ്ങ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിലർ പറയും നമ്മൾ കടല വേവിക്കുമ്പോഴേക്ക് ഉപ്പ് ഇട്ട് കൊടുത്താൽ കടല വേവില്ല എന്ന് പറയും. അപ്പം അങ്ങനെയൊന്നുമില്ല, കടല നല്ലോണം വെന്ത് തന്നെ കിട്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടന്നാൽ മാത്രം മതി, ഒരുപാട് വെള്ളം വേണ്ട കടല വേവാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ കുക്കർ അങ്ങ് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ, അപ്പോഴേക്കും കടല വെന്ത് കിട്ടും. അതിനുശേഷം ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടാകുമ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. നമ്മൾ സ്പൈസസ് ഇടുമ്പോൾ നമ്മുടെ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും. പിന്നെ ചെറിയ 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതാണ്. പിന്നെ ഒരു തക്കോലത്തിൻ്റെ ഒരു ചെറിയ പീസ് ഇതിട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണത്. ഇതിപ്പോൾ ഒരു വലിയ സവാളയാണത്. പിന്നെ 2 പച്ചമുളക് നെടുകേറിയത്. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പം നമ്മൾ കടല വേവിക്കുമ്പോൾ ഉപ്പിട്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുറച്ചിട്ടാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണത് 1 ടേബിൾ സ്പൂൺ. ഇതും കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് പച്ചമണം മാറുന്നവരെ അങ്ങ് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചിടുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാൽ ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പം മല്ലിപ്പൊടിയാണ് ഇച്ചിരി അധികം വേണ്ടത് ഇതിന്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങ് നല്ലോണം വഴറ്റി കൊടുക്കണം. ഇത് വഴന്നതിന് ശേഷം നല്ലൊരു പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, തക്കാളി വേകാൻ വേണ്ടിയിട്ട്. ഈ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കങ്ങ് മൂടി വെച്ചിട്ട് തക്കാളി വേവിക്കണം. ഇന്നിപ്പോൾ തക്കാളിയൊക്കെ നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല അങ്ങ് ഇട്ട് കൊടുക്കണം.
ഇതങ്ങ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതങ്ങ് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് അങ്ങ് ചൂടാക്കാം. ഇപ്പോൾ കടലയും മസാലയും കൂടെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് അങ്ങ് ഇടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് അങ്ങ് നല്ലോണം വരട്ടിയെടുക്കണം. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വരട്ടുമ്പം ചിലപ്പോൾ ചട്ടിക്ക് അങ്ങ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നോക്കണ്ട, നല്ലോണം അങ്ങ് വരട്ടി എടുക്കണം. ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്, കടലയിലൊക്കെ മസാല നല്ലോണം കോട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കടലയും കട്ടൻ ചായയാണ്. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം അതിന് താഴെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക് യു.